വീക്കെൻഡ് എപ്പിസോഡ് ഒരു ഡബിൾ എവിഷൻ ആയിരിക്കുമോ സിംഗിൾ എവിഷൻ ആയിരിക്കുമോ ആരൊക്കെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്, നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. അതിന് മുൻപ് നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ ലൈവിലായിരിക്കും. എത്രത്തോളം അത് കളർഫുള്ളാകും എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഒരു വലിയൊരു ഗ്രൂപ്പിസമുണ്ട്. അക്ബർ, അപ്പാനി, ജിസൈൽ, അതിലേക്ക് ബിന്നി വന്നിട്ടുണ്ട്, അതേപോലെ അപ്പാനി, ശരത്ത്, ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാങ്ങിനെ ലാലേട്ടൻ പൊളിച്ചെടുക്കുന്നത് കാണാൻ ഒരുപാട് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. അത് ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് കണ്ടറിയാം. അതേപോലെ തന്നെ ജിസൈൽ, അനുമോൾ തമ്മിലൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് നീങ്ങിയൊരു പ്രശ്നമുണ്ട്. അത് ലാലേട്ടൻ ചോദ്യം ചെയ്യുമോ എന്ന കാര്യവും സംശയമാണ്. ലൈവിലായതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യണമെന്നാണ് ഒരുപാട് പ്രേക്ഷകർ പറയുന്നത്. അതേപോലെ തന്നെ നെവിൻ ഇറങ്ങിപ്പോയ നോറ, അനുമോൾ, നെവിൻ തമ്മിലുണ്ടായ ഒരു വഴക്കിനിടയിൽ നെവിൻ ഇറങ്ങിപ്പോയൊരു സംഭവമുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു വീക്ക് കളർഫുള്ളായിരുന്നു. ഒരുപാട് പ്രേക്ഷകരുടെ അടുത്ത് ലൈവായി നിന്നൊരു വീക്കായിരുന്നു ഈ ആഴ്ച നമ്മളിലൂടെ കടന്നു പോയത്. ഇപ്പോൾ പുറത്താവാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ആദില സേഫ് ആയിരിക്കും, അതേപോലെ തന്നെ നോറ സേഫ് ആയിരിക്കും, ബിന്നി സേഫ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സോഷ്യൽ മീഡിയയിൽക്കൊക്കെ ഇവർക്കൊക്കെ ഈ ആഴ്ച ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് പുറത്തേക്ക് പോകാൻ സാധ്യത എന്ന് പറയുന്നത് ഒന്ന് ഒണിയിലാണ്. രണ്ടാമത്തെ രേണുസുതി നിരന്തരം എനിക്ക് പുറത്ത് പോകണം വയ്യ എന്ന് പറയുകയും മാത്രമല്ല ബിഗ് ബോസിനകത്ത് യാതൊരു കണ്ടന്റും കൊടുക്കാതെ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി രേണുവാണ്. ഗെയിമിലായാലും മറ്റ് ആക്ടിവിറ്റികളിലൊന്നും ഏർപ്പെടാതെ സേഫായി മാറി നിന്ന് ബിഗ് ബോസിനകത്ത് നിന്ന് ബിഗ് ബോസ് കാണുന്ന ഒരു രേണുസുതിയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് രേണുസുതി എത്രത്തോളം ഈ ആഴ്ച അവിടെ സേഫായി തുടരും എന്ന് നമുക്ക് സംശയമാണ്. പിന്നെയുള്ള ആര്യനാണ്. ആര്യൻ അത്യാവശ്യം കണ്ടന്റും കാര്യങ്ങളും കൊടുക്കുന്നത് കൊണ്ട് തന്നെ വോട്ട് ആര്യന് കിട്ടുന്നുണ്ടോ നമുക്കറിയില്ല. ആര്യനെ വെറുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആര്യൻ്റെ രീതി അനുസരിച്ച്. പക്ഷേ ആര്യനും സേഫ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഡെവലപ്ഷൻ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രേണു ഒണിയിലായിരിക്കാം. ഒരു സിംഗിൾ വിഷൻ ആണെങ്കിൽ ഒണിയിൽ ഈ ആഴ്ച പോകാനുള്ള സാധ്യതയാണ് കൂടുന്നത്. നമുക്ക് അടുത്ത ലൈവ് അപ്ഡേറ്റുമായി ഉടനെ വരാം.